നിങ്ങൾക്കറിയാം, എന്നാലും ഞാൻ പറയാം. കഴിച്ചാലും മതി വരാത്ത അരവണ പായസം അതേ രുചിയിൽ വീട്ടിൽ തന്നെ തയ്യാറാക്കാം. ഏകദേശം 1.25 ലിറ്റർ അരവണ ഉണ്ടാക്കാനായി 1 കപ്പ് ഉണക്കലരി നന്നായി കഴുകി ഒരു അരിപ്പയിലിട്ട് മാറ്റിവെച്ച് മിക്സിയുടെ ചെറിയ ജാറിൽ 1/2 കപ്പ് കൽക്കണ്ടം എടുത്ത് അതിൽ 5 ഏലക്കയുടെ കുരു ചേർത്ത് നന്നായി പൊടിച്ചെടുത്ത് മാറ്റിവെച്ച് അതേ ജാറിൽ 1/4 കപ്പ് കുരുവില്ലാത്ത ഉണക്കമുന്തിരി എടുത്ത് 1/4 കപ്പ് വെള്ളത്തിൽ കുതിരാൻ വെച്ച് 800 ഗ്രാം ശർക്കരയിൽ 1/2 കപ്പ് വെള്ളം ചേർത്ത് ഉരുക്കിയെടുത്തതും മാറ്റിവെച്ച് അടിഭാഗം കട്ടിയുള്ള ഒരു ചട്ടിയിൽ 2 ടേബിൾ സ്പൂൺ നെയ്യ് ചേർത്ത് ചൂടാക്കി അതിൽ 1/2 കപ്പ് തേങ്ങാക്കൊത്ത് ചേർത്ത് മൂപ്പിച്ചെടുത്ത് കോരി മാറ്റി അതിൽ കഴുകി വെച്ചിരിക്കുന്ന അരി ചേർത്ത് 2 മിനിറ്റ് നേരം ചൂടാക്കിയെടുത്ത് 4 കപ്പ് വെള്ളം ചേർത്ത് മൂടി വെച്ച് നന്നായി വേവിച്ചെടുത്ത് അതിൽ കുതിരാൻ വെച്ചിരുന്ന ഉണക്കമുന്തിരി അരച്ചത്, ഉരുക്കി വെച്ചിരിക്കുന്ന ശർക്കര എന്നിവ ചേർത്ത് കുറുകി വരുമ്പോൾ 2 ടേബിൾ സ്പൂൺ നെയ്യ് ചേർത്ത് വീണ്ടും കുറുക്കിയെടുത്ത് ഏലക്ക ചേർത്ത് പൊടിച്ചു വെച്ചിരിക്കുന്ന കൽക്കണ്ടം, 1 ടേബിൾ സ്പൂൺ ചുക്കുപൊടി, 2 ടേബിൾ സ്പൂൺ നെയ്യ് എന്നിവ ചേർത്ത് യോജിപ്പിച്ച് അരവണ നന്നായി കുറുകി ഈ ഒരു പാകമായാൽ സ്റ്റൗ ഓഫ് ചെയ്ത് അതിലേക്ക് വറുത്തു വെച്ചിരിക്കുന്ന തേങ്ങാക്കൊത്ത്, 2 ടേബിൾ സ്പൂൺ നെയ്യ് എന്നിവ ചേർത്ത് യോജിപ്പിച്ചാൽ നമ്മുടെ അടിപൊളി അരവണ തയ്യാറായി. അരവണ ആദ്യമായി ട്രൈ ചെയ്യുമ്പോൾ യൂട്യൂബ് ചാനലിലുള്ള മുഴുവൻ വീഡിയോ കാണണേ. വീഡിയോ ഇഷ്ടമായാൽ ഹൃദയം തരണേ, കൂട്ടുകൂട്ടണേ.